Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് വിവോന്റെ പുതിയ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആയ Vivo X80 Pro ആണ്. അപ്പോൾ നമുക്ക് ഡിവൈസ് കിട്ടിയിരിക്കുകയാണ്. ഇതാണ് Vivo X80 Pro. അപ്പോൾ കഴിഞ്ഞ വർഷം Vivo X70 സീരീസ് ഇറങ്ങിയിരുന്നു. X70 Pro X70 Pro Plus രണ്ട് ഡിവൈസാണ് വന്നത്. ഇത്തവണ സീരീസിൽ ചെറിയ മാറ്റമുണ്ട്. Pro Plusന് പകരം Pro ആണ്. അതേപോലെ റെഗുലർ പ്രോന് പകരം റെഗുലർ X80 സീരീസാണ്. രണ്ടും തന്നെ കിടിലം ക്യാമറ സെറ്റപ്പ് ആയിട്ടാണ് വിവോ ഇത്തവണ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ടിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഡിസ്പ്ലേയിൽ ചേഞ്ച് ഉണ്ട്, ക്യാമറ സെറ്റപ്പിൽ ചേഞ്ച് ഉണ്ട്, അതേപോലെ പ്രോസസ്സറിൽ ചേഞ്ച് ഉണ്ട്, ബാറ്ററിയിൽ, അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ Vivo X80 Pro വേർഷനാണ് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. സൈസ് ഒപ്റ്റിക്സ് ആയിട്ട് പാർട്ട്ണർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 79,999. അപ്പോൾ വിവോൻ്റെ ഏറ്റവും എക്സ്പെൻസീവ് ഡിവൈസ് ഇന്ത്യയിൽ എന്ന് വേണമെങ്കിൽ പറയാം. 80,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസിങ്. അപ്പോൾ പ്രൈസിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം. അൺബോക്സിങ് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ഫീച്ചേഴ്സും അതേപോലെ സ്പെസിഫിക്കേഷനും അതിനൊപ്പം തന്നെ പറയുന്നതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ അൺബോക്സിങ് തുടങ്ങാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. നിങ്ങൾക്ക് കാണാം Vivo X80 Pro എന്ന് ഇത് കാണാം. കോ എഞ്ചിനീയർഡ് വിത്ത് സൈസ്. ഇതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. സൈസ് എന്ന് പറഞ്ഞാൽ ലെൻസസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രീമിയം ബ്രാൻഡാണ്. അവരുടെ ഒപ്റ്റിക്സ് ആണ്, അതായത് ലെൻസസ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് T-Star എന്ന് പറഞ്ഞ ഗ്രേഡഡ് ലെൻസസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം 12 GB റാമും 256 GB സ്റ്റോറേജുമാണ് വരുന്നത്. കോസ്മിക് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. 1.24 ഹെഡും 0.86 ബോഡി സാറുമാണ് വരുന്നത്. പിന്നെ 5G ബാൻഡ്സ് ഇഷ്ടംപോലെ 5G ബാൻഡ് സപ്പോർട്ടഡ് ആണ്. പിന്നെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വില ഞാൻ പറഞ്ഞല്ലോ. ഇനി നമുക്ക് അൺബോക്സിങ്ങിലേക്ക് വേഗം കിടക്കാം. അപ്പോൾ ബോക്സ് പാക്കേജ് നമുക്ക് തുറക്കുമ്പോൾ തന്നെ ആദ്യം നമ്മൾ കാണുന്നത് Vivo X80 Pro ആണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഞാൻ ഡിവൈസിനെ കുറിച്ച് ഒരു മിനിറ്റിനകത്ത് പറയാം. അതിന് മുമ്പായിട്ട് ഇതിനകത്ത് വേറെ എന്തൊക്കെ വരും നോക്കാം. അപ്പോൾ ഇതിനകത്ത് കിട്ടുന്നത് ഒരു ചാർജിങ് ഒക്കെ ഇതാണ്. ഇത് നമ്മുടെ USB Type-C ചാർജിങ് പോർട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ഇയർഫോണാണ്. അഡീഷണൽ ഇയർ ടിപ്പ് ഉണ്ടല്ലേ, നല്ലൊരു ക്വാളിറ്റി USB Type-C ഇയർഫോണാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഉണ്ടല്ലേ, Type-C ഇയർഫോണാണ്. അതേപോലെ തന്നെ അഡീഷണൽ ഇയർ ടിപ്സും ഇതിനകത്ത് ഇൻക്ലൂഡഡാണ്. പിന്നെ നമുക്ക് ഈ സൈഡിൽ എന്താ കിട്ടുന്നത് നോക്കട്ടെ. അപ്പോൾ ഇതാണ് 80 watt ചാർജർ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരും. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്ത് മിക്കവാറും ഒരു കേസ് ആയിരിക്കും. അതെ, ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സിം ഇജക്റ്റ് പിന്നെ കാണാം. പിന്നെ മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ, സാർ വാല്യൂം, അങ്ങനത്തെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കാണാം. സിം ട്രേ, ഇതിനകത്ത് SD കാർഡ് സപ്പോർട്ടൊന്നുമില്ല, ജസ്റ്റ് സിം കാർഡ് മാത്രമേ ഉള്ളൂ. ഡ്യുവൽ സിം കാർഡാണ് വരുന്നത്. അപ്പം ഇതുണ്ട്, സാർ വാല്യൂ വീണ്ടും എഴുതിയാണ്. പിന്നെ സിം ഇജക്റ്റ് പിൻ കാണാം. പിന്നെ നല്ലൊരു കേസാണ്, ഒരു പ്ലാസ്റ്റിക് TPU കേസാണ്. എങ്കിലും നോർമൽ TPU കേസ് അല്ല, കുറച്ച് ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. നല്ലൊരു ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി എനിക്കൊന്ന് ലെതർ കൈൻഡ് ഓഫ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. എനിക്കറിയില്ല ലെതർ ആണോ അറിയില്ല, എന്നാലും നല്ലൊരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. പിന്നെ കുറച്ചൊരു സ്റ്റിക്കേഴ്സും ഉണ്ട്. സീലിംഗ് ഫിലിം ഫോർ ഫോൺ പാർട്സ്. അപ്പോൾ സീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും ഇൻക്ലൂഡഡാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസിലേക്കൊന്ന് വരാം. അപ്പോൾ ഇതാണ് Vivo X80 Pro. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, വളരെ കിടിലൻ സെറ്റപ്പാണ് ഇതിനകത്ത് ക്യാമറയ്ക്ക് കൊടുത്തിരിക്കുന്നത്. വലിയൊരു ലാർജ് യൂണിറ്റാണ്. നമുക്കിത് കാണുമ്പോൾ ഷവമീൻ്റെ Mi 11 അൾട്രേനെ ഓർമ്മ വരികയാണ്. ഇത്രയും വലിയൊരു യൂണിറ്റാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് 4 ക്യാമറയാണ് വരുന്നത്. ഇത് പെരിസ്കോപ്പ് ക്യാമറയാണ്, 8 MP പെരിസ്കോപ്പ് ക്യാമറയാണ്. 5x ഒപ്റ്റിക്കൽ സൂം ഉണ്ട്. പിന്നെ പ്രൈമറി ക്യാമറ എന്ന് പറഞ്ഞാൽ 50 MP f1.6 ഒപ്റ്റിക്സ് ആണ് വരുന്നത്. അതേപോലെ ഒരു 48 MP അൾട്രാ വൈഡും പിന്നെ അതേപോലെ 12 MP ടെലിഫോട്ടോ ലെൻസുമാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ LED ഫ്ലാഷും കാണാം. ട്രിപ്പിൾ LED ഫ്ലാഷ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സൈസിൻ്റെ ഇത് കണ്ടില്ലേ, ഒരു ബ്രാൻഡിങ് കാണാം. സൈസ് ഒപ്റ്റിക്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സൈസ് വാരിയോ ടെസ്സാർ എന്ന് എഴുതിയിട്ടില്ല, അതതിൻ്റെ ലെൻസിൻ്റെ ഇതാണ്, ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ഗ്ലാസ് ഫിനിഷാണ്, നല്ലൊരു മാറ്റ് ഫിനിഷാണ്. ഇവിടെ വിവോൻ്റെ ബ്രാൻഡിങ്ങും കാണാം. നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ ഉണ്ട്. ഷവമി 12 പ്രോനൊക്കെ പോലെ തന്നെ ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് പവർ ആൻഡ് വോളിയം കീസ് കാണാം. റൈറ്റ് സൈഡിൽ ടോപ്പിൽ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇവിടെ നമുക്ക് വീണ്ടും ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. താഴത്ത് നമുക്ക് സിം ട്രേയാണ് വരുന്നത്. USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. ഇവിടെ കേർവ്ഡ് ഡിസ്പ്ലേ ഉണ്ട്. ഡിസ്പ്ലേ രണ്ട് സൈഡിലും കേർവ്ഡ് ആണ്. ഷവമി 12 Pro, OnePlus 10 Proയിലൊക്കെ പോലെ തന്നെ കേർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇപ്പോൾ ഇതാണ് ഹാർഡ്വെയർ ആസ്പെക്ട്. ഡിസൈൻ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ നല്ലൊരു ഇൻഹാൻഡ് ഫീലാണ് കിട്ടുന്നത്. നമുക്ക് വളരെ ഒരു പ്രീമിയംനെസ് നമുക്ക് ഡെഫിനറ്റ്ലി ഇതിനകത്ത് കിട്ടുന്നുണ്ട്. കാരണം ആ ഫോൺ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ പ്രീമിയംനെസ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യും. അത്രയ്ക്ക്
അത്രയ്ക്ക് പ്രീമിയം ലുക്കിംഗ് ഡിവൈസാണ്. അപ്പോൾ നിങ്ങൾ നേരിട്ട് കണ്ടാലേ ഇതിൻ്റെ എത്രത്തോളം പ്രീമിയംനെസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡിസ്പ്ലേനെ കുറിച്ച് പറയാം. ബട്ട് ഡിസ്പ്ലേ നമുക്ക് വരുന്നത് 2K AMOLED ഡിസ്പ്ലേ ആണ്, LTPO AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ സിസ്റ്റം ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് റിഫ്രഷ് റേറ്റ് കാണാം. സ്ക്രീൻ റിഫ്രഷ് റേറ്റ് 60/120 അല്ലെങ്കിൽ സ്മാർട്ട് സ്വിച്ചിലെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് തീർച്ചയായും പറയാം. 1 ബില്യൺ കളേഴ്സാണ് വരുന്നത്. HDR10 സപ്പോർട്ട് ഉണ്ട്. അതേപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. പിന്നെ QHD പാനലാണ്, അതായത് 1440p റെസൊല്യൂഷൻ 2K AMOLED ഡിസ്പ്ലേ ആണ്, LTPO AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ലൊരു ക്വാളിറ്റി AMOLED ആണ്. നമുക്ക് കണ്ടില്ലേ വളരെ സ്മൂത്ത് ടച്ച് റെസ്പോൺസും അതേപോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. വ്യൂയിങ് ആംഗിൾസിൻ്റെ കാര്യമാണെങ്കിലും ബ്രൈറ്റ്നസ് ലെവൽസ് ആണെങ്കിൽ അറൗണ്ട് 1500 നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വിവോ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു കോംപ്രമൈസും തന്നെ ഇല്ല. ഏതൊരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ കിട്ടാവുന്ന അതേ ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ആസ്പെക്റ്റ്. ഇനി നമുക്ക് അതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് പോകാം. അപ്പോൾ സോഫ്റ്റ്വെയർ എടുക്കുമ്പോൾ നമുക്കിവിടെ എബൌട്ട് ഫോൺ ഒന്ന് എടുക്കാം. അപ്പോൾ ഫൺ ടച്ച് OS ആണ് വരുന്നത്, വിവോൻ്റെ ഫൺ ടച്ച് OS ആണ് വരുന്നത്. പിന്നെ ആൻഡ്രോയിഡ് 12 ആണ് വരുന്നത്, 256 GB സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് റാം ആണെങ്കിൽ 12+4 GB അഡീഷണൽ റാം ഉണ്ട്. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന ഓപ്ഷനാണ്. 12 GB റാമും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത്. ഈ സോഫ്റ്റ്വെയർ ആസ്പെക്റ്റ് പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് വിവോൻ്റെ ഫൺ ടച്ച് OSൽ കിട്ടുന്ന റെഗുലർ ഓപ്ഷൻസ് ഉണ്ട്. കണ്ടില്ല, ഡൈനാമിക് എഫക്ട്സ് ഒരുപാടെണ്ണം ഉണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ അഡീഷണൽ ഓപ്ഷൻസ് പോയി കഴിഞ്ഞാൽ അൾട്രാ ഗെയിം മോഡ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് അഡീഷണൽ ഓപ്ഷൻസ് പറയുക വെച്ചാൽ അതുണ്ടല്ലേ, ഗെയിം സൈഡ് ബാർ, സ്പോർട്സ് മോഡ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ്. പിന്നെ തീമിംഗ് സപ്പോർട്ട് ഉണ്ട്. ഗെയിമിങ്ങിന് അനുയോജ്യമായ ഒരുപാട് കൺട്രോൾസ് ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു UI എക്സ്പീരിയൻസ് ആണ്. എങ്കിലും നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ വിവോൻ്റെ ഫൺ ടച്ച് OS കുറച്ചും കൂടെയൊക്കെ റിഫൈൻമെൻറ്റ് ആവശ്യമുണ്ട്. എങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്താലേ പറയുള്ളൂ. നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷനിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടിയത്. എങ്കിലും നമ്മൾ കുറച്ചും കൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് പറയാം. നമ്മളൊരു എന്താ പറയുക, സാംസങ്ങിൻ്റെ One UI അല്ലെങ്കിൽ ഷോമീൻ്റെ MIUI ഒക്കെ പോലെ അത്രയ്ക്കൊരു ലുക്കിലും ഫീലിലും അത്രയ്ക്ക് അങ്ങോട്ട് പോരാന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫൺ ടച്ച് OS യൂസ് ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി പ്രോസസ്സറുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം, എബൌട്ട് ഫോൺ എടുത്ത് കഴിഞ്ഞാൽ കാണാം ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 8 Gen 1 പ്രോസസ്സറാണ്. പക്ഷേ ഇവിടെ ഉണ്ട് വിവോൻ്റെ V1 ചിപ്പും കൂടെ ഉണ്ട്. ഇതൊരു ഡ്യുവൽ ചിപ്പാണ് പവർ ചെയ്തിരിക്കുന്നത്. വിവോ V1 ചിപ്പും ഉണ്ട്. അതേപോലെ തന്നെ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 Gen 1 ചിപ്പാണ്. ഇത് ക്യാമറയ്ക്ക് വേണ്ടി മുൻതൂക്കം കൊടുത്തിട്ടുള്ള ഒരു ചിപ്പും കൂടിയാണ്. അപ്പം നല്ലൊരു പെർഫോമൻസിനായിട്ടാണ് ഈ അഡീഷണൽ ചിപ്പ് കൊടുത്തിരിക്കുന്നത്, V1 ചിപ്പ്. അപ്പോൾ അത് ക്യാമറയിൽ ഡെഫിനറ്റ്ലി ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ അത് ക്യാമറ പെർഫോമൻസ് ഏറ്റവും ക്ലാസ് ലീഡിങ് ആക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് സാധാരണ വരുന്ന സ്നാപ്ഡ്രാഗൺ 8 Gen 1 അതേ ടോപ്പ് എൻ്റെ ഹാർഡ്വെയർ ആണ് വരുന്നത്, 12 GB റാമാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 1ൻ്റെ പെർഫോമൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഉടൻ തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ ഇംപ്രഷനിൽ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആസ്പെക്റ്റ് ക്യാമറയിലോട്ട് കിടക്കാം. അപ്പോൾ ക്യാമറ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് എനിക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ 4 ക്യാമറയാണ്, 50 MP സൈസ് ക്യാമറയാണ്, f1.6 അപ്പേച്ചറാണ്, ലാർജ് അപ്പേച്ചറാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഒരു 48 MP അൾട്രാ വൈഡും ഒരു 8 MP ടെലിഫോട്ടോ അല്ലെങ്കിൽ പെരിസ്കോപ്പ് ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് പെരിസ്കോപ്പ് ക്യാമറ, ഈ താഴെയാണ് പെരിസ്കോപ്പ് ക്യാമറ. അതിനൊപ്പം തന്നെ നമുക്കൊരു 12 MP അൾട്രാ വൈഡും ഉണ്ട്. അൾട്രാ വൈഡിൽ അൾട്രാ വൈഡ് അല്ല, ടെലിഫോട്ടോ ലെൻസും ഉണ്ട്. അപ്പോൾ ഇതിലാണ് ജിംബൽ സ്റ്റെബിലൈസേഷൻ വന്നിരിക്കുന്നത്. പിന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ജിംബൽ സ്റ്റെബിലൈസേഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. iQOO 9 Proയിലും കഴിഞ്ഞ വർഷം ഇറങ്ങിയ വിവോൻ്റെ ഡിവൈസസിലൊക്കെ കണ്ട ഒരു സ്റ്റെബിലൈസേഷനാണ്. വളരെ സ്മൂത്തായിട്ട് ഹാൻഡ് ഹെൽഡ് ഷോട്ട്സ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 32 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം Vivo X80 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. കിടിലം പെർഫോമൻസ് ഉള്ള ഒരു ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പ്രീമിയം ക്യാമറ എക്സ്പീരിയൻസ് ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ Vivo X80 Pro അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ നമ്മൾ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്യാമറയെക്കുറിച്ചുള്ള പെർഫോമൻസും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പറയുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഇതാണ് കുറച്ച് സാമ്പിൾസ്. ഇനി ബാറ്ററീൻ്റെ കാര്യം വരുമ്പോൾ നമുക്കിവിടെ 4700 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് കിട്ടുന്നത്. 80 watt ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. അറൗണ്ട്
35 to 40 മിനിറ്റ്സ് ആണ് ഫുൾ ചാർജിന് എടുക്കുന്നത്, 1 to 100% എടുക്കുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ്. പിന്നെ 4700 mAh കപ്പാസിറ്റി ബാറ്ററി എന്ന് പറയുമ്പോൾ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാം. കുറച്ചും കൂടെ ബെറ്റർ ആയതിനെ 5000 ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയതിനെ. എങ്കിലും ഇത് മോശമാണ് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇപ്പോൾ ഇറങ്ങിയ ഒരുപാട് ഫോൺസ് 4500 4700 ഒക്കെയാണ് വരുന്നത്, ഇൻക്ലൂഡിങ് ഷോമി 12 Pro. അപ്പോൾ ഇതിലും അതേ ഒരു എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് ഇതിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു വിവോ X80 Proൻ്റെ ഒരു ഡീറ്റെയിൽ അൺബോക്സിങ്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒരേ ഒരു വേരിയൻ്റ് ഉള്ളൂ, 79,999. അതായത് 80,000 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ വിവോൻ്റെ ഏറ്റവും എക്സ്പെൻസീവ് ആയുള്ള ഡിവൈസ് വേണമെങ്കിൽ പറയാം ഇപ്പോൾ അവൈലബിൾ ആയത് വിവോ X80 Pro. അപ്പോൾ ഇത് വേർത്താണോ എന്നുള്ളത് ഞാനിപ്പോൾ പറയത്തില്ല, കാരണം ഞാൻ ടെസ്റ്റ് ചെയ്താലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് കിട്ടില്ലാണ്. പിന്നെ വിവോ ഇതിനകത്ത് ഏറ്റവും ടോപ്പ് ആൻഡ് ഹാർഡ്വെയർ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു കോംപ്രമൈസും തന്നെ ഇല്ല നമുക്ക് പറയാം. കാരണം ഏതൊരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ കിട്ടാവുന്ന ഇതാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ക്യാമറ ഇപ്പോൾ OnePlus 10 Pro അല്ലെങ്കിൽ സാംസങ് S22 Plus ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇത്രയും കിടിലൻ ക്യാമറ സെറ്റപ്പ് അതിനകത്തില്ല. അപ്പോൾ ആ ഒരു ക്യാമറ സെറ്റപ്പ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ സ്നാപ്ഡ്രാഗൺ 8 Gen 1 ചിപ്പിൻ്റെ ഒരുപാട് ഡിവൈസ് നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിലോ ഡിസ്പ്ലേൻ്റെ കാര്യത്തിലോ ഒന്നും തന്നെ ബാക്കിയെല്ലാ ഫ്ലാഗ്ഷിപ്പിനേക്കാളും വ്യത്യസ്തമായ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഇതിനകത്ത് ക്യാമറയാണ് ഇതിൻ്റെ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയി ടെസ്റ്റ് ചെയ്തിട്ട് റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വിവോ X80 Proനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ കമൻസ് വീഡിയോൻ്റെ താഴെ ഇടാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്ന കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.